ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വെക്കേഷനായിട്ട് വീട്ടിലേക്ക് പോകുന്ന ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഒരു ഇമോജെങ്കിലും കമൻ്റായിട്ട് ഇടണേ. അപ്പോൾ ഇതാ ഞങ്ങൾ വണ്ടിയിലാണ് പോണത്. രാത്രി 10 മണിയായിക്കണം കേട്ടോ ഇവിടുന്ന് പോകുമ്പോൾ. ചെറുവോട്ടുനിന്ന് പോകുമ്പോൾ 10 മണി ആയിക്കണ്. കാരണം വേറെ ഒന്നുമല്ല, ഇമ്മയും മൂത്തന്മാരും കുഞ്ഞാമ്മയും ഓരൊക്കെ അന്ന് മമ്പുറത്തേക്കൊക്കെ പോയിന്, സിയാറത്തിന് പോയിന്. അപ്പോൾ അത് കഴിഞ്ഞങ്ങാണ്ട് ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇതിൽ കൂടെ വരുന്ന പിന്നെ നാളെ എനിക്ക് വരണ്ടല്ലോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഓരങ്ങനെ ഒക്കെ കഴിഞ്ഞങ്ങാണ്ട് അതിൽക്കൂടെ വന്നങ്ങാണ്ട് ഞങ്ങളെടുത്ത് പോരുകയാണ് കേട്ടോ. പിന്നെ ഇതാ എടുത്തപ്പോൾ തന്നെ ആമിനാനെയാണ് കാണിക്കണത്. ഇക്ക ഓളെ എടുത്തുങ്ങാണ്ടാണ് കേട്ടോ വണ്ടിയിലിരുത്തിയത്. അപ്പോൾ ഓള് വരുന്നില്ല, പോരുന്നില്ല, മുന്നേയും ബേബിയൊക്കെ അല്ലേ, ഞാൻ അവിടെ നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കിയിരുന്നു. അപ്പോൾ ഏതായാലും അങ്ങനെ ഓളില്ലെങ്കിൽ എനിക്കും ഗതികേടല്ലേ. അപ്പോൾ പിന്നെ ഓളേതായാലും പറഞ്ഞതാക്കിങ്ങാണ്ട് അങ്ങനെ ഓളെ കൊണ്ടുവന്നു കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ഫർസൻ്റെ അവിടേക്ക് എത്തിക്കണം. അവിടെയൊക്കെ നല്ല തിരക്കും ക്രിസ്മസിൻ്റെ ഓരോ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു, അപ്ലോഡ് ആക്കാൻ കുറച്ച് നേരം വൈകി. പിന്നെ ഇതാ നോക്കുമ്പോൾ നമ്മൾ ആമിന മുഖമൊക്കെ ഇതായി ഇടങ്ങേറായി കരഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ ഇപ്പച്ചിനെ കാണണം പറഞ്ഞു. കുറേ ആയില്ലേ ഇപ്പച്ചിൻ്റെ അടുത്ത് നിന്ന് വിട്ട് നിന്നിട്ട്. അപ്പോൾ ഇപ്പച്ചിനെ കാണണം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീഡിയോ കോളൊക്കെ ചെയ്തൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. പിന്നെ നമ്മളിപ്പോൾ പെരിയിലെത്തിയിട്ട് സാധനങ്ങളൊക്കെ എടുത്തേക്കാണ്. ഒരു ഉച്ചക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിരുന്നു. ഒരു രാവിലെ പോയതായിരുന്നു. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയതിൻ്റെ പാത്രങ്ങളും ഇതൊക്കെ എടുത്തുങ്ങാണ്ട് വെക്കുകയാണ് കേട്ടോ. ഒക്കെ പാടെ ഇവിടെ നിരത്തിയിരിക്കണ്. പിന്നെ ചെറിയാത്തി മൂത്താപ്പി ഇങ്ങോട്ട് പോന്നിക്കുകയാണ്. പിന്നെ ഓല് രാവിലെ പോകാമെന്ന് പറഞ്ഞങ്ങാണ്ട് അങ്ങനെ ഇവിടെ നിന്നിക്കുകയാണ് കേട്ടോ. പിന്നെ അതായത് മൂത്താപ്പം മമ്പുറത്തുനിന്ന് വാങ്ങിയതാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കാണിച്ചു തരുന്നേ. അള്ളാൻ്റെ പേരുകളൊക്കെ എഴുതിങ്ങാണ്ട്. പിന്നെന്താ ഇത്രയത്തുള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം. അപ്പോൾ അതന്ന് നേരം വെളുത്തു കേട്ടോ. നേരം വെളുത്തപ്പോൾ ഒരു പോകാൻ വേണ്ടിയാണ്ട് മാറ്റി റെഡി ആയിക്കാണ് കേട്ടോ. മൂത്താപ്പോൾ നേരത്തെ എളുപ്പം തന്നെ മാറ്റി ഒരുങ്ങി റെഡിയായി. അപ്പം അമ്മ അവിടെ അടുക്കളയിൽ പണിയെടുക്കുന്നേ. ഞങ്ങൾ പോയിട്ടാണ് നമുക്ക് കുറച്ച് പണികളുണ്ട് ചെയ്യാൻ. അത് പറഞ്ഞ് നിൽക്കുകയാണ് ഇപ്പോൾ. ഞങ്ങൾ പോകാൻ ഒരുങ്ങാണ്. അപ്പോൾ വണ്ടിക്കൊക്കെ വിളിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കയറും, ഇപ്പോൾ വണ്ടിയിൽ കയറും. ഞാൻ ഇന്നലെ വന്നാണ് മക്കളെ, പോവുകയാണ്. ഇന്നലെ മിന്നാമത് രാത്രി വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ ഓരും പോവാൻ വേണ്ടി കണ്ട് ഇറങ്ങിക്കണേ. പിന്നെ കുഞ്ഞാമ്മയൊക്കെ ഉണ്ടായിരുന്നു. ഓര് പിന്നെ രാത്രി തന്നെ ഓട്ടോറിക്ഷക്കാക്ക അവിടെ ഓലെ പേരൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ പിന്നെ ആ കാക്ക ഏതായാലും അങ്ങോട്ട് പോകണില്ല പറഞ്ഞുകൊണ്ട് ഓല് അങ്ങോട്ട് പോയിക്കാണ്, മദ്രസും ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ ബാപ്പുട്ടിയാക്കാനെയാണ് കേട്ടോ ചെറിയാത്തൊക്കെ വിളിച്ചിരിക്കണത്. ബാപ്പുട്ടിയാക്കാൻ നമ്മളെ സ്ഥിര വണ്ടിക്കാരനാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇത് ആമിനാനെ കണ്ട് ഇതബിലൊക്കെ പോക്കൊക്കെ പറയണം. അപ്പോൾ ബാപ്പുട്ടിയൊക്കെ അവളെ എപ്പോഴും ഈ ഡ്രസ്സ് ഇട്ട് കണ്ട് തന്നെ ഉള്ളു കാണാം കേട്ടോ. അപ്പോൾ ഓളങ്ങനെ കളിയാക്കിങ്ങാണ്ട് അങ്ങനെ അപ്പോൾ ഓളവിടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ കളിയാക്കിങ്ങാണ്ട്. അപ്പോൾ ഇതാ മൂത്തപ്പോൾ അവിടേക്ക് ചെല്ലാൻ പറഞ്ഞങ്ങാണ്ടാണ് കേട്ടോ ഇങ്ങനെ വർത്താനം പറയണത്. അങ്ങനെ അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇതാ ഒരു പോവാണ്. പിന്നെന്താ അങ്ങനെ ഇപ്പം ഞങ്ങൾ മാത്രമായിട്ടോ ഓരും പോയി. ഇപ്പം ഞാനും ഉമ്മയും കുഞ്ഞാവിയും ഇമ്മയുണ്ട് ഇഷു ഉണ്ട്, കുട്ടിയുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ എന്തൊക്കെയാ ഓരങ്ങനെ പോട്ടെ, അല്ലാതെ എന്താ. പിന്നെ ഓര് ചെറിയാത്ത എന്തിനോ നിറച്ചിട്ടതായിരുന്നു കേട്ടോ അങ്ങനെ പോകണമെന്നുള്ളത്. അപ്പോൾ ഓരേതായാലും അങ്ങനെ പോയി വന്ന് ഇപ്പം അടുത്ത് പിന്നെന്താ നമ്മളങ്ങനെ പണിയും കാര്യങ്ങളൊക്കെ കഴിച്ചുങ്ങാണ്ട് ഉച്ചക്ക് ചോറൊക്കെ വെച്ച് കുറച്ച് നേരം കിടന്നുറങ്ങിട്ടോ. ഞാൻ റൂമിൽ കിടക്കുന്നു കേട്ടോ. അപ്പോൾ ഇവരെ വന്ന് നോക്കുമ്പോൾ നമ്മൾ ആമിനാനെ കാണാമല്ലോ. അപ്പോൾ പുതപ്പിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഓളാണ് കേട്ടോ കിടക്കണത്. ഫാനൊക്കെ ഇട്ടിട്ട് പുതച്ച് മൂടി കിടക്കുകയാണ് കേട്ടോ ഉച്ചക്ക്. പിന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു. ചെറുക്കൻ ഉറങ്ങാത്തതുകൊണ്ട് ഞാനും ഓനും അവിടെ സിറ്റ് ഔട്ടിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെന്താ ഇന്ന് ക്രിസ്മസിൻ്റെ അപ്പൂപ്പനും കാര്യങ്ങളൊക്കെ വരും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഞങ്ങളിപ്പോൾ അവിടെ. അപ്പോൾ ഇപ്പം കുഞ്ഞാവി ഇശാ നിസ്കരിച്ചാൻ വേണ്ടി പോയിക്കുന്നു കേട്ടോ. പിന്നെന്താ വൈകുന്നേരങ്ങൾ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. ഒരു നിസ്കാരം കഴിഞ്ഞ് വരണേ, ഞങ്ങളും നിസ്കരിക്കണേ, ചോറ് കഴിക്കണേ, കിടക്കണേ, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് അപ്പൂപ്പൻ വരും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ആമിനാക്ക് കാണിച്ചു കൊടുക്കണം അപ്പൂപ്പനെ എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനും വേണ്ടിങ്ങാണ്ട് ഞങ്ങളവിടെ അങ്ങനെ സിറ്റ് ഔട്ടിലിരുന്നതാണ്. വണ്ടിയിൽ കുറേ പോണതും റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് വണ്ടിയിലൊക്കെ അപ്പൂപ്പനും ഇതൊക്കെ പോണത് ഇങ്ങനെ ശരിക്കും കാണാം. അപ്പോൾ അതൊക്കെ കണ്ടുങ്ങാണ്ടൊക്കെ അവിടെ ഇങ്ങനെ സിറ്റ് ഔട്ടിലിരിക്കുകയായിരുന്നു കുറച്ച് നേരമൊക്കെ. പിന്നെ
ഏതായാലും വെക്കേഷന് തിങ്കളാഴ്ച കഴിയും, സ്കൂൾ തിങ്കളാഴ്ച തുറക്കൂലേ, അപ്പം പിന്നെ അതിൻ്റെ മുന്നേ പോകും വേണം വീട്ടിലേക്ക്. അപ്പോൾ ഇതാ കുഞ്ഞാവ രാത്രി ഇതങ്ങോട്ട് വരുന്ന വീഡിയോ എടുത്തേന് കേട്ടോ ഞാൻ, വീട്ടിൽ ഇങ്ങനെ കയറി വരുന്നത്. അമ്പിളി മാമൻ്റെ നാട്ടിൽ നാം പറന്നെത്തിണം, ആകാശം നീലെ മഴവില്ലോ അപ്പോൾ അപ്പൂപ്പൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ പാഞ്ഞ് നീച്ചതാട്ടോ ഇവർ രണ്ടാളും അപ്പൂപ്പനെ കാണാൻ, കൂട്ടത്തിൽ ഞാനും. അപ്പോൾ ഇതിൽ കൂടെ കുറേ വണ്ടികളും 11:50. അപ്പോൾ ഇതാ അന്ന് നമ്മളെ കുഞ്ഞാവക്കും ഉമ്മാക്കും പഞ്ചായത്തിൽ പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവരങ്ങോട്ട് പോകാൻ വേണ്ടി റെഡി ആക്കുകയാണ്. അപ്പോൾ ഞാനും ആമിയും ഒറ്റയ്ക്കന്നെ ഉള്ളൂ കേട്ടോ ഇവിടെ. അപ്പോൾ ചിലപ്പോൾ കുഞ്ഞാമാനോട് വരാൻ പറഞ്ഞിരിക്കണം, അപ്പോൾ എന്തായാലും വരും. ഇത് വരുന്നു. അപ്പം നമ്മളെ ഫോണിൽ ചാർജ് തീരെയില്ല, കുത്തി വെക്കട്ടെ. അങ്ങനെ ഇതാ നമ്മളെ അമ്മമ്മയും കുഞ്ഞാവക്കാക്കും പോയി പാട്ട് പാടാന്. ഇപ്പം ഇതാ ബസ് കാത്ത് നിൽക്കാണ് കേട്ടോ. അമ്മായി വന്നിട്ട് നമ്മുടെ ഉമ്മ നല്ല നല്ല അരിമണി തേങ്ങയിട്ട് കണ്ട് നല്ല ചായ കഴിക്കുകയാണ്. ഇതേ ഇവിടെ ഇതാരാണിത്? അരിമണി ചായ ഇല്ല. അപ്പൊ നമ്മളെ സൈതക്കുട്ടി കുഞ്ഞാവിന്റെ സമ്മാനം കൊണ്ട് വന്നിക്കണ്. സമ്മാനം കൊണ്ട് വന്നതാണ് കുഞ്ഞാവിന്റെ. പൊട്ടണ പ്ലേറ്റിലേ അത് ഒന്ന് പൊളിച്ചാ മതി, ഒന്ന് ഒരു കുട്ടിക്കുള്ളതാട്ടോ. വേറെ റഹ്മത്താത്താന്റെ മരിച്ചു അവിടെ ഉണ്ടല്ലോ മുമ്പില്. ഇവിടെ നിന്നാണെങ്കിൽ അതിന് വെള്ളം കൊടുക്കട്ടെ. വേണ്ടില്ലായിരുന്നു. എവിടെ ഇനിയപ്പോ ചോറൊക്കെ എടുക്കാം, അതും അങ്ങനെ തന്നെ കാണാൻ. ആണോ?